ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് മാംഗോ കറിയാണ്. മീൻകറി എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. പല രീതിയിലുള്ള മീൻകറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് തയ്യാറാക്കി നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതാണ് നമ്മുടെ കല്യാണ മീൻകറി, അതുപോലെ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ഫിഷ് മാംഗോ കറിയാണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ തേങ്ങാപ്പാലിൻ്റെ നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറും മാങ്ങയുടെ ചെറിയ പുളിയും മീനിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടുമ്പോൾ നല്ല കിഡിലൻ കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും മീൻകറി തയ്യാറാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൺചട്ടി ഇവിടെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതാണ്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് മുഴുവനായിട്ടും ചെറിയ ഉള്ളി എടുക്കുന്നതാണ്. ഞാനിവിടെ ഒരു 10-15 ചെറിയ അല്ലിയായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു സവാളയുടെ പകുതി കൂടി വളരെ നൈസായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് പച്ചമുളകിൻ്റെ എരിവാണ്. ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നെടുകെ കീറിയിട്ടത് ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ മാങ്ങ ഉപയോഗിച്ചാണ് ഇന്ന് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. എങ്കിലും മാങ്ങയ്ക്ക് ഒരല്പം പുളി കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് ഒരല്പം തക്കാളി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു പിടി കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും മാത്രമാണ് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് പറ്റുമെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് ഞെരടിയെടുക്കണം. അപ്പോഴാണ് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുക. നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞെരടിയെടുക്കുന്ന സമയത്ത് ഈ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഇപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. മാത്രമല്ല ഇപ്പം നമുക്ക് കിട്ടുന്ന തക്കാളി, അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയോട് ഏകദേശം സാമ്യമുള്ള ഒന്നാണ് ഈ ഒരു ഫിഷ് മാംഗോ കറി. ഈ ഒരു സമയം വരെയും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ 2 പാലായിട്ട് എടുത്തിട്ടുണ്ട്. കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് 1 ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 ഗ്ലാസോളം കട്ടി കുറഞ്ഞ 2ാം പാലാണ്. നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തു. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പെട്ടെന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ തൊലി കളഞ്ഞിട്ടില്ല. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള മാങ്ങയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. ഞാൻ ഈ ഒരു വലിപ്പത്തിനാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാങ്ങ ചേർത്ത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പീസസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ചേർത്തതിന് ശേഷം ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മീനാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കേതൽ മീനാണ്. നിങ്ങൾക്കിഷ്ടമുള്ള മീൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചവെള്ളം ഒരു കാരണവശാലും നിങ്ങളിതിൽ ചേർക്കരുത്.
മീൻ കഷ്ണങ്ങൾ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കരുത്. അതിന് പകരം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 5 മുതൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ കഷ്ണങ്ങളൊക്കെ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളൊരു 8 മിനിറ്റോളമായി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് അതിൻ്റെ മൂടി തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിരുന്നു. നമ്മുടെ മാങ്ങയും മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങ ഒത്തിരി വേവണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വേവിക്കാം. പക്ഷേ എനിക്ക് ഉടഞ്ഞു പോകാതെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഇതാ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിത് നോക്കിയിരുന്നു. എനിക്കിതിനകത്ത് എല്ലാം തന്നെ പാകത്തിനാണ്. ഉപ്പ് മാത്രം ഒരല്പം കുറവുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തിളയൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ അല്ലെങ്കിൽ കട്ടിപ്പാൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ തിളയൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് ഒരുപാട് ഗ്രേവിയുള്ള ടൈപ്പിലല്ല. കട്ടി തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു 1/4 കപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മാംഗോ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയുമാണ്. ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി തേങ്ങാപ്പാലിൻ്റെ നല്ല ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു ഫിഷ് മാംഗോ കറി തയ്യാറാക്കിയതിന് ശേഷം ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം. ഇന്ന് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അതെല്ലാം തികച്ചും ഓപ്ഷണലാണ്. കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ താളിച്ചൊഴിക്കുന്നത്. അതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവ പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.